അമേരിക്കയുടെ അഭിമാനമായി കൊണ്ടു നടന്ന ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായിട്ടുള്ള ആണവ കപ്പലായിട്ടുള്ള എബ്രഹാം ലിങ്കണെ കടലിലെ ശവപ്പെട്ടികളാക്കി മാറ്റുമെന്ന ഇറാന്റെ ഭീഷണി കൃത്യമായി പെന്റഗൺ ചെവിക്കൊള്ളുന്നു. കാരണം അവർ അണിയറയിൽ കരുതിയിരിക്കുന്നത് അവരുടെ പറക്കുന്ന ശവപ്പെട്ടികളെയാണ്. അതായത് പഴഞ്ചനായെന്നും തൂക്കി വിൽക്കാൻ സമയമായെന്നും പറഞ്ഞ അമേരിക്ക ഇതിനു മുൻപ് കളിയാക്കിയിട്ടുള്ള 1970കളിലെ ഇറാന്റെ പടക്കുതിരകളായിട്ടുള്ള പഴയ വിമാനങ്ങൾ ഇനി ചാവേറുകളാകാൻ പോകുന്നു. ഒരു മഹാദുരന്തം അമേരിക്കയെ കാത്തിരിക്കുന്നു എന്ന സൂചന കൂടി ആദ്യഘട്ടത്തിൽ നൽകുകയാണ്. അമേരിക്കൻ സൈനിക ഭീഷണികളും പേർഷ്യൻ ഗൾഫിലേക്കുള്ള വലിയ അർമാദ എന്ന പ്രഖ്യാപനവും ഒക്കെ തന്നെ പശ്ചിമേഷ്യയെ വീണ്ടും സംഘർഷഭരിതമാക്കിയിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇറാൻ സ്വന്തം അഭിമാനം കാത്തു സൂക്ഷിക്കാൻ, ദേശീയത മുറുകെ പിടിക്കാൻ വേണ്ടി ദൃഢനിശ്ചയത്തോടെ മുന്നേറുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയത്. അമേരിക്കയുടെ ഭീഷണിയുടെ ഭാഷ അതിനി ഇറാനോട് വേണ്ട, തയ്യാറെടുപ്പിൻ്റെ യാഥാർത്ഥ്യമാണ് ഇറാൻ ഉയർത്തിപ്പിടിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ അവരുടെ തയ്യാറെടുപ്പ് എന്താണ്? അതാണ് ലോകത്തെ ഞെട്ടിക്കുന്നത്, അമേരിക്കയെ അങ്കലാപ്പിലാക്കിയിരിക്കുന്നത്. യുദ്ധം ഒഴിവാക്കാനുള്ള തടയിടൽ, ഇതിനോടകം തന്നെ പല തന്ത്രങ്ങളും ഇറാൻ പയറ്റിയിരുന്നു. അമേരിക്ക അതൊന്നും തന്നെ ചെവിക്കൊള്ളുന്നില്ല എന്നാണ് ഇറാന്റെ ആരോപണം. ഇപ്പോഴും ചർച്ചകൾക്ക് തയ്യാറായിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അമേരിക്കയെ സമീപിക്കുമ്പോഴും ഇറാന്റെ ഭാഗത്തു നിന്നും നിരന്തരമായി അമേരിക്കയ്ക്കെതിരായിട്ടുള്ള ഭീഷണി ഉണ്ടാകുന്നു. തിരിച്ച് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഭീഷണി ഉണ്ടാകുന്നു. ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയിരിക്കുന്നത്. ഇറാനിയൻ സ്റ്റേറ്റ് വാർത്താ ഏജൻസിയായിട്ടുള്ള തസ്നിം ന്യൂസ് പറയുന്നത് അനുസരിച്ച് രാജ്യത്തിന്റെ സായുധ സേനയുടെ പല ഭാഗങ്ങളിലായി ഏകദേശം 1000-ഓളം പുതിയ തന്ത്രപരമായ ഡ്രോണുകളെ വിന്യസിച്ചു കഴിഞ്ഞു. ആ ഡ്രോണുകൾ കില്ലർ ഡ്രോണുകളാണ്. സൈനിക നിരീക്ഷണം മാത്രമല്ല, ആവശ്യമെങ്കിൽ ആക്രമണത്തിനും ഇവയെ ഉപയോഗിക്കാൻ സാധിക്കും. സൈനിക രഹസ്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഈ വിന്യാസത്തിന്റെ ചിത്രങ്ങളൊന്നും തന്നെ ഇറാൻ പുറത്തുവിട്ടിട്ടില്ല. ഏറെ ഗൗരവകരവും ദീർഘകാല സൂചനയുമായി തന്നെയാണ് ഇറാൻ ഇതിനെ നിലവിൽ ലോകത്തോട് പറഞ്ഞിരിക്കുന്നത്. ആകാശ നിരീക്ഷണം, ശത്രുവിൻ്റെ നീക്കങ്ങൾ, ചടുലത, ഇതൊക്കെ തന്നെ മുൻകൂട്ടി തിരിച്ചറിയുക, കൃത്യമായി പ്രതികരണം കൊടുക്കുക, ഇതിലൊക്കെ ഏറെ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു ഡ്രോൺ ശൃംഖല തന്നെ ഇറാൻ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയ്ക്കായി വലിയൊരു വിരുന്നൊരുക്കിയെന്നാണ് ഇറാന്റെ മറുപടി. ഇറാന്റെ പ്രതിരോധ സിദ്ധാന്തത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായി ഇതിനെ മാറ്റുമെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ഈ സൈനിക നീക്കം ഒരിക്കലും അമേരിക്കയെ തോൽപ്പിക്കുക, അമേരിക്കയ്ക്ക് മേൽ വിജയക്കൊടി നാട്ടുക എന്നുള്ളതല്ല. അതൊരു ചെറുത്തുനിൽപ്പിന്റെ പോരാട്ടമായിട്ടാണ് ഇറാൻ നിലവിൽ പറയുന്നത്. അമേരിക്കയോട് പോരാടി വിജയിക്കാമെന്ന ആഗ്രഹമില്ലെങ്കിലും അമേരിക്കയുടെ അഭിമാനത്തെയെങ്കിലും കടലിൽ മുക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ 1000 സൈനികരുമായി കപ്പലിൽ മുങ്ങിയാൽ അമേരിക്കയുടെ പകുതിയോളം മുങ്ങി എന്ന് പറയുന്നതാകും ശരി. അമേരിക്കയുടെ തന്നെ അഭിമാനത്തെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പേർഷ്യൻ ഗൾഫിലേക്ക് നാവിക കപ്പലുകളുടെ വലിയ കപ്പൽപ്പടയായിട്ടുള്ള അർമാദ അയക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാൻ ഈ ഭീഷണികൾ, തയ്യാറെടുപ്പുകൾ ഉയർത്തിയിരിക്കുന്നത്. അമേരിക്കയുമായി ഇറാന്റെ സൈനിക ശക്തിയെ താരതമ്യം ചെയ്യാനായി നമുക്ക് സാധിക്കില്ല, യാഥാർത്ഥ്യമാണ്. പക്ഷേ അവരുടെ കൈവശമുള്ള തന്ത്രപരമായ നീക്കം അതുതന്നെയാണ് അമേരിക്കയെ ഭയപ്പെടുത്തുന്നത്. 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളും ആണവ വിമാനവാഹിനി കപ്പലുകളും ഒക്കെ തന്നെ അമേരിക്കയുടെ കൈവശമുണ്ട്. ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സമന്വയിച്ചിട്ടുള്ള ആയുധ കലവറ. സാങ്കേതികമായി നോക്കുകയാണെങ്കിൽ ഏറെ പിന്നിൽ നിൽക്കുന്ന ഇറാനെ സംബന്ധിച്ച് ഒന്നും തന്നെ അമേരിക്കയോട് ഏറ്റുമുട്ടാൻ കഴിയില്ല. ഏറെ പോരാടേണ്ട ഒരു സാഹചര്യവും ഇറാൻ ഉണ്ടാകില്ല. കുറച്ച് സമയം കൊണ്ട് തന്നെ ഇറാനെ കീഴടക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും. പക്ഷേ യുദ്ധമെന്ന് പറയുന്നത് അത്തരത്തിലല്ല പ്രവർത്തിക്കുന്നത്. ഒരൊറ്റ ബോംബ് കൊണ്ട് തീർത്ത് കളയാൻ ഹിരോഷിമയോ നാഗസാക്കിയോ അല്ല ഇന്നത്തെ ഇറാൻ. അങ്ങനെ പ്രവർത്തിക്കാനായിട്ട് അമേരിക്കയ്ക്ക് സാധിക്കുകയുമില്ല. അതുകൊണ്ട് ദീർഘകാല തന്ത്രങ്ങളും ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഏറ്റുമുട്ടലുമൊക്കെ അനിവാര്യമായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ പതിയെ പതിയുള്ള ആക്രമണത്തിൽ ഒരു മേൽക്കൈ അമേരിക്കയ്ക്ക് ലഭിക്കുമോ? അതും ഇറാനിൽ. ഈ ചോദ്യമാണ് അവശേഷിക്കുന്നത്. അതിന് പറയുന്ന ചില കാരണങ്ങൾ, ഇറാന്റെ ഭാഗത്തു നിന്ന് ഉയർത്തുന്ന ചില വാദങ്ങൾ വിദേശകാര്യ വിദഗ്ധർ പറയുന്നത് ഇങ്ങനെയാണ്. ഇറാൻ ഇന്നും 1970കളിൽ രൂപകൽപ്പന ചെയ്ത വിമാനങ്ങളെ ആശ്രയിക്കുന്നു. ഏറെ പഴഞ്ചനായ 5 പതിറ്റാണ്ട് പിന്നിട്ട ഈ വിമാനങ്ങൾ എന്തിനു കൊള്ളാം? പറക്കുന്ന ശവപ്പെട്ടികളായി ഇതിനെ പലരും വിമർശിക്കാറുണ്ട്. എന്നാൽ അതിലും ഒരു തന്ത്രപരമായ നീക്കം അമേരിക്ക ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്.
നേരത്തെ പറഞ്ഞതുപോലെ സൈനികർ മാത്രമല്ല അവിടെ ചാവേറുകളാകുന്നത്, അവരുടെ ഉപകരണങ്ങൾ കൂടി ചാവേറുകളാവുകയാണ്. ഉപരോധങ്ങളുടെയും സാങ്കേതിക വിലക്കുകളുടെയും ഇടയിലാണ് പുതിയ പ്ലാറ്റ്ഫോമുകൾ വാങ്ങാൻ കഴിയാതെ, പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കാൻ കഴിയാതെ ഇപ്പോൾ എന്താണോ തങ്ങളുടെ കൈവശമുള്ളത് അതിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ഒരു സമീപനം ഇത്രയും കാലം ഇറാൻ സ്വീകരിച്ചത്. ആ സ്വയം പര്യാപ്തത തന്നെയാണ് കാലക്രമേണ ഒരു തന്ത്രപരമായ നേട്ടമാക്കി അവർ മാറ്റിയെടുത്തത്. അതായത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സഹായമില്ലാതെ, പുതിയ ടെക്നോളജികൾ ഉപയോഗിക്കാതെ ആ വ്യോമസേന ഇന്നും പ്രവർത്തനക്ഷമമായി നിലനിൽക്കുന്നുവെങ്കിൽ അതിൽ പലതും ഭയപ്പെടേണ്ടതായിട്ടുണ്ട്. അതായത് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു നേട്ടമായി യുദ്ധത്തിൽ അവരതിനെ നോക്കിക്കാണുന്നു. കഴിഞ്ഞ ജൂൺ മാസത്തിലായിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്ക വ്യോമാക്രമണം നടത്തിയത്, ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. അതിനേക്കാൾ വളരെ മോശമായ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ട്രംപ് ഈ ഘട്ടത്തിൽ നൽകിയിരിക്കുന്നു. അന്ന് ആണവ കേന്ദ്രങ്ങളെ നോക്കിയായിരുന്നു, അവരുടെ ആണവ പരീക്ഷണശാലകളെ നോക്കിയായിരുന്നു അമേരിക്ക ആക്രമണം നടത്തിയതെങ്കിൽ ഇത്തവണ കടുത്ത രീതിയിൽ തന്നെ മറുപടി പറയിക്കും. മേഖലയിലൊക്കെ ആശങ്ക ഉയർത്തിയ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇറാന്റെ പ്രതികരണം ഏറെ ഭയപ്പെടുത്തുന്നത്. ഉപരോധങ്ങളുടെയും ഭീഷണികളുടെയും ഇടയിലും സ്വയം പര്യാപ്തമായ സാങ്കേതിക വിദ്യയുടെ വികസനമാണ് ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ ഇച്ഛാശക്തിയെന്ന് ഇറാൻ പിന്നെയും എടുത്തു പറയുന്നു. ഇറാനിയൻ നേതൃത്വവും അതനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പ്രവർത്തിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനേയിയുടെ മുതിർന്ന ഉപദേഷ്ടാക്കൾ കൃത്യമായ മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് നൽകുന്നു. അമേരിക്കയിൽ നിന്നും ഏത് തരത്തിലുള്ള ഒരു സൈനിക നീക്കം ഉണ്ടായാലും അതിനെ യുദ്ധക്കുറ്റമായി നോക്കിക്കാണും. ഒരു യുദ്ധത്തിന് അമേരിക്ക തിരികൊളുത്തി എന്ന് തന്നെ തങ്ങൾ വിലയിരുത്തും. അതുകൊണ്ട് അത്തരം സാഹചര്യത്തിൽ പ്രതികരണമൊക്കെ ഉടനടിയും സമഗ്രവും ഒരിക്കലും താങ്ങാൻ കഴിയാത്തതുമായുള്ള രീതിയിലായിരിക്കുമെന്നാണ് നിലവിൽ ഭീഷണി നൽകിയിരിക്കുന്നത്. ഇതൊരു ഭീഷണിയായിട്ടല്ല നോക്കിക്കാണേണ്ടത്, ആക്രമണം ഒഴിവാക്കാനുള്ള അതിശക്തമായുള്ള തടയിടൽ സന്ദേശമായി തന്നെയാണ് ഇറാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇറാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞതുപോലെ 50 വർഷം പഴക്കമുള്ള വിമാനങ്ങൾ തന്നെയാണ്. F-14 ടോം ക്യാറ്റ് പ്രവർത്തിപ്പിക്കുന്ന ഏക രാജ്യം ഇന്ന് ഇറാനാണ്. അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ പരിഹസിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ അതിലുള്ള ഒരു തെറ്റിദ്ധാരണ മനസ്സിലാക്കേണ്ടത് 1970-ലെ സാങ്കേതിക വിദ്യ അല്ല ഇപ്പോഴും അതിലുള്ളത്. ആഭ്യന്തരമായി അവർ തന്നെ വികസിപ്പിച്ച ചില ഏവിയോണിക്സ് സംവിധാനങ്ങൾ, മിസൈൽ ഇൻ്റഗ്രേഷനുകൾ, പരിപാലന സ്പെയർ പാർട്ട് സൊല്യൂഷനുകൾ, ഇതിലൂടെ ഇതിനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.